ഏതൊരുവൻ ഈ സ്തോത്രത്തെ 100 പ്രാവശ്യം വായിക്കുന്നുവോ അവൻ ജീവിത ദുരിതങ്ങളിൽ നിന്നും മുക്തി നേടി സുഖസന്തോഷത്തോടെ വസിക്കും. ശ്രീരാമജയം 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 ശ്രീരാമജയം. വജ്രദേവായ രാമഭക്തായ വായുപുത്രായ നമോസ്തുതേ. രാമചരിതമാനസം എന്ന പേരിൽ മഹാകവി തുളസീദാസൻ എഴുതിയ രാമായണമാണ് പിൽക്കാലത്ത് തുളസീദാസ രാമായണം എന്ന പേരിൽ പ്രസിദ്ധിയാർജിച്ചത്. ഇത് വ്രജഭാഷ അഥവാ പഴയ ഹിന്ദിയിലാണ് രചിച്ചിരിക്കുന്നത്. ഇതിലെ പദങ്ങൾ ഉച്ചാരണത്തിലും അർത്ഥത്തിലും ഹിന്ദിയിൽ നിന്നും വ്യത്യാസം പ്രകടിപ്പിക്കുന്നു. തുളസീദാസൻ ശ്രീരാമഭക്തരിൽ ഒന്നാമനും ഹനുമാന്റെ അനുഗ്രഹം ലഭിച്ച ഭക്തനുമാണ്. രാമചരിതമാനസത്തിൽ 40 ഈരടികൾ കൊണ്ട് അദ്ദേഹം തൻ്റെ ഇഷ്ടമൂർത്തിയായ ഹനുമാനെ സ്തുതിക്കുന്നുണ്ട്. ഇതാണ് ഹനുമാൻ ചാലീസ. ഏതൊരു വായനയും അർത്ഥമറിഞ്ഞാണെങ്കിൽ നാം കൂടുതൽ ഇഴുകിച്ചേരും. അർത്ഥം മനസ്സിലാക്കി നാമജപം നടത്തുമ്പോൾ ആ ഇഴുകിച്ചേരൽ ധ്യാനത്തെ കൂടുതൽ പ്രോജ്വലമാക്കും. ആയതിലേക്ക് വേണ്ടി ഹനുമാൻ ചാലീസയോടൊപ്പം അതിൻ്റെ വ്യാഖ്യാനവും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുവാൻ ശ്രീ ഹനുമാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തുതി. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതാമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. മനസ്സിനെ ജയിച്ചവനും മാരുതന് തുല്യമായ വേഗതയുള്ളവനും ഇന്ദ്രിയങ്ങളെ ജയിച്ചവനും ബുദ്ധിമാന്മാരിൽ ശ്രേഷ്ഠനും വായു ഭഗവാന്റെ പുത്രനും വാനര സമൂഹത്തെ നയിക്കുന്നവനും ശ്രീരാമചന്ദ്രന്റെ ദൂതനുമായ അങ്ങേ ഞാൻ മനസ്സിൽ സ്മരിക്കുന്നു. അതുലിത ബലധാമം ഹേമശൈലാഭദേഹം ധനുജവന കൃശാനം ജ്ഞാനീനാമഗ്രഗണ്യം സകലഗുണനിദാനം വാനരാണാമധീശം രഘുപതി പ്രിയഭക്തം വാദജാതം നമാമി. അതുല്യമായ ബലത്തോടു കൂടിയവനും സ്വർണ്ണ നിറമാറുന്ന മഹാമേരുവിനെ പോലെ ശോഭയോടുകൂടിയ ശരീരമുള്ളവനും രാക്ഷസന്മാരാകുന്ന വനത്തിന് കാട്ടുതീയായിട്ടുള്ളവനും ജ്ഞാനികളിൽ അഗ്രഗണ്യനും സകല ഗുണങ്ങളുടെയും ഇരിപ്പിടമായിട്ടുള്ളവനും വാനര സമൂഹത്തെ നയിക്കുന്നവനും ശ്രീരാമചന്ദ്രസ്വാമിയുടെ പ്രിയഭക്തനുമായ വായുപുത്രനെ ഞാൻ നമിക്കുന്നു. ശ്രീ ഗുരുചരണ് സരോജരജ് നിജമന മുഖുരു സുധാരി വരുണൗ രഘുവർ വിമൽ ജസു ജോധായക് ഫലചാരി ബുദ്ധിഹീനു തനു ജാനികെ സുമിരൗ പവനകുമാർ ബലബുദ്ധി വിദ്യാ ദേഹുമോഹി അരഹും കലേഷ് വിഖാർ. ഗുരുവിൻ്റെ പാദകമലങ്ങളിലെ പൊടി കൊണ്ട് എൻ്റെ മനസ്സാകുന്ന കണ്ണാടിയെ ശുദ്ധീകരിച്ച് ഇഷ്ടഫലദായകനായ രഘുരാമൻ്റെ പവിത്രമായ ചരിതം വർണ്ണിക്കുവാനാവശ്യമായ ബലവും ബുദ്ധിയും വിദ്യയും അജ്ഞാനിയും ബലഹീനനുമായ എനിക്ക് ലഭിക്കാനായി വായുപുത്രനെ ഞാൻ സ്മരിക്കുന്നു. യദക്ഷര പദഭൃഷ്ടം മാത്രാഹീനം തു യത് ഭവേത് തത്സർവം ക്ഷമാദ്യം ദേവ ഹനുമാൻ നമോസ്തുതേ. വിസർഗബിന്ദു മാത്രാണി പദ പാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിഗ്നാനി ക്ഷമസ്യ ആഞ്ജനേയ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ ആഞ്ജനേയ. പാരായണത്തിനിടയിൽ അക്ഷരത്തിനോ പദത്തിനോ തെറ്റുകൾ സംഭവിച്ചാൽ അവയെല്ലാം ക്ഷമിച്ചനുഗ്രഹിക്കണമേ. വിസർഗം, ബിന്ദു, മാത്ര എന്നിവയിലോ പദങ്ങൾ കുറവ് വരികയോ കൂടുതലായി ഉച്ചരിക്കുകയോ ചെയ്താൽ ആഞ്ജനേയ ക്ഷമിക്കേണേ. എന്നിൽ നിന്ന് വന്നു ഭവിക്കുന്ന തെറ്റുകുറ്റങ്ങൾ പൊറുത്ത് കാരുണ്യത്തോടെ കാത്തു രക്ഷിക്കണമേ. അടിയന് നീ തന്നെ ശരണം. ചാലീസ. ജയ് ഹനുമാന് ജ്ഞാനഗുണസാഗര് ജയ് കബീഷ് തിഹൂം ലോക് ഉജാഗര്. അറിവിൻ്റെയും സദ്ഗുണങ്ങളുടെയും സാഗരമായ ഹനുമാൻ വിജയിക്കട്ടെ. 3 ലോകത്തിനെ ഉണർത്തുന്ന കബീശ്വരൻ വിജയിക്കട്ടെ. രാമധൂത് അതുലിത് ബലിദാമ അഞ്ജനീപുത്ര പവനസുത് നാമ.
അതുലിത ബലവാനായ അങ്ങയ്ക്ക് രാമദൂതനെന്നും അഞ്ജനാപുത്രനെന്നും പവനസുതനെന്നും പല നാമങ്ങളുണ്ട്. മഹാവീര് വിക്രമുപചരങ്കി കുമതി നിവാര് സുമതി കെ സംഗി. അസാധാരണമായ വീര്യത്തോടു കൂടിയവനും പരാക്രമിയും കാഠിന്യമുള്ള ശരീരത്തോടു കൂടിയവനും ദുഷ്ടചിന്തകളെ അകറ്റുന്നവനും സജ്ജന പ്രിയനുമാണങ്ങ്. കഞ്ചന് വരണ് വിരാജ് സുവേഷ കാനന് കുണ്ടല് കുഞ്ചിത് കേശ. സ്വർണവർണ്ണമുള്ള അങ്ങ് വിശേഷ വസ്ത്രം ധരിച്ചും കാതിലണിഞ്ഞിരിക്കുന്ന കുണ്ടലത്തോടും മനോഹരമായ ചുരുണ്ട മുടിയോടെയും ശോഭിക്കുന്നു. ഹാദ് വജ്ര ഔ ധ്വജവീരാജൈ കാന്തേ മൂജ് ജനേ ഉ സാജൈ. ഒരു കൈയിൽ വജ്രായുധവും മറ്റേ കൈയിൽ ധ്വജവും ധരിച്ചവനും തോളിലൂടെ പൂണൂൽ അണിഞ്ഞവനുമാണ് അങ്ങ്. ശങ്കര് സുവന് കേസരി നന്ദന് തേജ് പ്രതാപ് മഹാജഗവന്ദന്. ശ്രീ ശങ്കരന്റെ അവതാരമായ അങ്ങ് കേസരി എന്ന വാനരപുത്രനായി ജനിച്ചവനും തേജസ്വിയും പ്രതാപിയും ലോകവന്ധ്യനുമാണ്. വിദ്യാവാന് ഗുണീ അതി ചാതുര് രാമ കാജ് കരുവേക്കോ ആതുര്. സകല വിദ്യകളും കൈമുതലായിട്ടുള്ളവനും സദ്ഗുണ സമ്പന്നനും അതിസമർത്ഥനുമായ അങ്ങ് ശ്രീരാമന്റെ ആജ്ഞകൾ നിറവേറ്റുന്നതിന് സദാ തൽപരനുമാണ്. പ്രഭുചരിത്ര സുനി വേക്കോ രസിയ രാമ ലക്ഷ്മണ സീതാമനുവസിയ. പ്രഭു ശ്രീരാമന്റെ ചരിതം അത്യുത്സാഹത്തോടെ കേൾക്കുന്ന അങ്ങയുടെ മനസ്സിൽ ശ്രീരാമൻ ലക്ഷ്മണനോടും സീതാദേവിയോടുമൊപ്പം വസിക്കുന്നു. സൂക്ഷ്മ രൂപധരി സിയഹിം ദിഖാവ വികട രൂപധരി ലങ്കചരാവ. സൂക്ഷ്മരൂപം ധരിച്ച് സീതാദേവിയെ ദർശനം നടത്തിയ അങ്ങ് വികട രൂപം ധരിച്ച് ലങ്കയെ ഭസ്മമാക്കുകയും ചെയ്തു. ഭീമ രൂപധരി അസുര സംഹാരെ രാമചന്ദ്ര കെ കാജ് സംവാരെ. ഭീമാകാര രൂപിയായി അസുരന്മാരെ സംഹരിക്കുകയും അങ്ങ് ശ്രീരാമന്റെ ദൗത്യം നിർവഹിക്കുകയും ചെയ്തു. ലായി സംജീവന് ലഖന് ജിയായെ ശ്രീ രഘുവീർ ഹരസി ഉരുലായെ. അങ്ങ് മൃതസഞ്ജീവനി എന്ന ഔഷധം കൊണ്ട് ലക്ഷ്മണകുമാരനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരികയും അതിൽ സന്തുഷ്ടനായ ശ്രീരാമൻ ആഹ്ലാദത്തോടെ അങ്ങേ ആലിംഗനം ചെയ്യുകയും ചെയ്തു. രഘുപതി കിൻഹി ബഹുതു ബഡായി തുമു മമ പ്രിയ ഭരതഹി സമുഭായി. സന്തുഷ്ടനായ ശ്രീരാമചന്ദ്രസ്വാമി, നീ എനിക്ക് ഭരതനു സമനായ പ്രിയ സഹോദരനാണ് എന്നങ്ങേ പ്രശംസിച്ചു. സഹസ് വദന് തും ഹരോജസ് ഗാവേം അസ് കഹി ശ്രീപതി കണ്ഡല ഗാവേം. 1000 മുഖമുള്ള അനന്തൻ പോലും നിന്നെ പ്രകീർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മീപതി അങ്ങേ ആലിംഗനം ചെയ്തു. സനകാദിക് ബ്രഹ്മാദി മുനീസ നാരദ് ശാരദ് സഹിത് അഹീഷ. സനകാദികൾ സനകൻ, സനാഥൻ, സനന്ദൻ, സനത് കുമാരൻ, ബ്രഹ്മാവ് തുടങ്ങിയ മുനിശ്രേഷ്ഠന്മാരും നാരദൻ, സരസ്വതി, അനന്തൻ മുതലായവരും. യമ് കുബേര് ദിക് പാല് ജഹാം തേ കവി കോവിദ് കഹി സകേ കഹാം തേ. യമനും കുബേരനും അഷ്ടദിക പാലകരും കവിശ്രേഷ്ഠരും എല്ലാം തന്നെ അങ്ങേ പൂർണ്ണമായും വർണ്ണിക്കുന്നതിൽ പരാജയപ്പെട്ടു. അതിനാർക്കാണ് കഴിയുക? തും ഉപകാര് സുഗ്രീ വഹീം കീൻഹ രാമമിലായ രാജുപദ് ദീൻഹ. അങ്ങ് സുഗ്രീവന് വിലമതിക്കാനാവാത്ത ഉപകാരമാണ് ചെയ്തത്. സുഗ്രീവനെ രാമന്റെ മിത്രമാക്കി അതിലൂടെ സുഗ്രീവന് രാജപദവി സ്വന്തമായി. തും ഹരോ മന്ത്ര വിഭീഷണുമാന ലങ്കേശ്വർ ഭയേ സബുജഗ് ജാന. അങ്ങയുടെ ഉപദേശം സ്വീകരിച്ചതിനാണ് വിഭീഷണൻ ലങ്കാപതിയായതെന്ന് സകല ലോകർക്കും അറിവുള്ളതാണ്. ജൂഗ് സഹസ്ര ജോജന് ഭരുഭാനു ലീലോ താഹി മധുരഫൽ ജാനു. 1000കണക്കിന് യോജന അകലെയുള്ള സൂര്യനെ മധുരഫലമാണെന്ന് കരുതി അങ്ങ് വിഴുങ്ങിയത് വെറും ലീലയല്ലേ? പ്രഭു മുദ്രികാമേലി മുഖുമാഹീം ജലതി ലാംഗീം ഗയ അജരജ് നാഹി. അങ്ങനെയുള്ള അങ്ങ് പ്രഭു ശ്രീരാമന്റെ മുദ്രമോതിരം കടിച്ചു പിടിച്ച് കടൽ ചാടി കടന്നതിൽ അത്ഭുതപ്പെടാനില്ല. ദുർഗമ് കാജ് ജഗത് കെ ജേദേ സുഗമ് അനുഗ്രഹ് തും ഹരേ തേദേ. ലോകത്തിലെ ദുഷ്കരങ്ങളായ കാര്യങ്ങളെല്ലാം തന്നെ അങ്ങയുടെ അനുഗ്രഹത്താൽ സുഗമമായി തീരും. രാമ ദുവാരെ തും രഘുവാരെ
ഹോദിന ആജ്ഞാബിനു പൈസാരെ. ശ്രീരാമന്റെ സന്നിധിയുടെ കാവൽക്കാരനായ അങ്ങയുടെ അനുവാദമില്ലാതെ ആർക്കും അവിടെ പ്രവേശിക്കാനാവില്ല. സബ് സുഖ് ലഹൈ തുമ് ഹാരി ശരണ തുമ് രക്ഷക് കാഹുകോ ഡർന. ശരണം പ്രാപിക്കുന്നവരെ അങ്ങ് രക്ഷിച്ച് എല്ലാവിധ സുഖങ്ങളും പ്രദാനം ചെയ്യുന്നു. അങ്ങനെയുള്ള അങ്ങയുടെ സംരക്ഷണയുള്ളപ്പോൾ ഭയമെന്തിന്? ആപ്ന തേജ് സംഹാരോ ആപൈ തീനോം ലോക് ഹാങ്കുതേം കാപ്പൈ. അങ്ങയുടെ തേജസ്സിനെ നിയന്ത്രിക്കുന്നതിന് അങ്ങേക്കു മാത്രമേ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള തേജസ്സിൽ 3 ലോകവും പ്രോജ്വലിക്കുന്നു. ഭൂത് പിശാജ് നികട് നഹി മാവേ മഹാവീര ജബ് നാമ സുനാവേ. മഹാവീരനായ അങ്ങയുടെ നാമം കേൾക്കുമ്പോൾ തന്നെ ഭൂതപ്രേത പിശാചുകൾ ഓടി ഒളിക്കുന്നു. നാസൈ രോഗ് ഹരൈ സബ് വീര ജബദ് നിരന്തർ ഹനുമത് വീര. ഭക്തൻ നിരന്തരം ഹനുമത് വീരകഥകൾ ജപിക്കുമ്പോൾ കടുത്ത രോഗങ്ങളും പീഡകളും ഇല്ലാതാകുന്നു. സങ്കടത്തേം ഹനുമാന് ചുടാവേ മനിക്രമ വചന് ധ്യാനുജോ ലാവേ. മനസ്സുകൊണ്ടും കർമ്മം കൊണ്ടും ഹനുമാനെ ധ്യാനിച്ചാൽ എല്ലാവിധ സങ്കടങ്ങളിൽ നിന്നും അദ്ദേഹം മോചിപ്പിക്കും. സബ് പര രാമ തപസ്വി രാജ തിനുക്കേ കാജ് സകല തുമു സാജ. ഭക്തരുടെ എന്താവശ്യവും നിറവേറ്റിക്കൊടുക്കുന്ന ശ്രീരാമചന്ദ്ര സ്വാമിയുടെ സകല ആവശ്യങ്ങളും അങ്ങ് നിറവേറ്റിക്കൊടുക്കുന്നു. ഔര് മനോരഥ് ജോ കോയി ലാവൈ സോയി അമിത് ജീവൻ ഫല പാവൈ. അങ്ങയുടെ ഭക്തർക്ക് മറ്റനവധി മനോരഥങ്ങൾ ഉണ്ടാവാം, എങ്കിലും ജീവിതാവസാനത്തിൽ അവർ ബ്രഹ്മരഹസ്യം ഗ്രഹിച്ച് മോക്ഷപ്രാപ്തി നേടുന്നു. ചാരോം യുഗ് പ്രതാപ് തുമ്ഹാര ഹൈ പരസിദ്ധ് ജഗത് ഉജിയാര. 4 യുഗങ്ങളിലും അങ്ങയുടെ കീർത്തി വ്യാപിക്കുകയും ലോകം മുഴുവൻ അങ്ങയെ പ്രകീർത്തിക്കുകയും ചെയ്യും. സാധു സന്ത് കെ തുമരഘുവാരെ അസുര നികുന്ദന് രാമദുലാരെ. സജ്ജനങ്ങളെ രക്ഷിക്കുന്നതിലൂടെയും അസുരന്മാരെ നിഗ്രഹിക്കുന്നതിലൂടെയും അങ്ങ് രാമന് പ്രിയനായി തീർന്നു. അഷ്ടസിദ്ധിനൗ നിധികേ ദാത അസുവരുധീന് ജാനകി മാത. ജാനകി മാതാവ് സീതാദേവി അങ്ങയ്ക്ക് അഷ്ടസിദ്ധികളും നവനിധികളും നൽകി അനുഗ്രഹിച്ചല്ലോ. അണിമ, മഹിമ, ലഘിമ, ഗരിമ, ഈശത്വം, വശത്വം, പ്രാശ്യം, പ്രാകാശ്യം എന്നിവയാണ് അഷ്ടൈശ്വര സിദ്ധികൾ. മഹാപത്മം, പത്മം, ശംഖം, മകരം, കജശപം, മുകുന്ദം, കുന്ദം, നീലം, ചർച്ചം എന്നിവയാണ് നവനിധികൾ. രാമ രസായന് തും ഹരേ പാസ സദാരഹോ രഘുപതി കേ ദാസ. ശ്രീരാമഭക്തി എന്ന രസായനം അങ്ങയുടെ കൈവശമാണ്. അങ്ങ് സദാ രഘുപതിയുടെ ദാസനാണല്ലോ. തും ഹരേ ഭജൻ രാമ കോ പാവൈ ജനമ ജനമ കെ ദുഃഖ ബിസരാവൈ. അങ്ങേ ഭജിക്കുന്നതിലൂടെ രാമസന്നിധി പൂക്കാനും അങ്ങനെ ജന്മജന്മാന്തര മുക്തി പ്രാപ്തമാക്കാനും സാധിക്കും. അന്ത്കാല രഘുവരുപുരു ജായി ജഹാം ജന്മ ഹരി ഭക്ത് കഹായി. ജീവിതാന്ത്യത്തിൽ ശ്രീരാമ സന്നിധി പൂക്കാനും വിഷ്ണു ലോകപ്രാപ്തി നേടാനും വിഷ്ണു ഭക്തനായി തീരാനും സാധിക്കും. ഔര് ദേവത ചിത്തന ധരൈ ഹനുമത് സേയി സർവസുഖ കരൈ. മനസ്സിൽ മറ്റ് ദേവതാ സങ്കല്പങ്ങളുടെ ആവശ്യം ഏതുമില്ല. ഹനുമത് സേവ കൊണ്ട് തന്നെ സകല സുഖപ്രാപ്തിയും ലഭിക്കും. സങ്കട കടമിടை സബുബീര ജോ സുമിരൈ ഹനുമത് ബലവീര. ഹനുമാനെ ഭജിക്കുന്നവരുടെ സർവ ദുഃഖങ്ങളെയും പീഡകളെയും അകറ്റി അതുല്യ ബലവാനായ ഹനുമാൻ പരിപാലിക്കുന്നു. ജയ് 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 ഹനുമാൻ ഗോസായി കൃപാകർഹു ഗുരുദേവ് കീനായി. പുണ്യാത്മാവായ ഹനുമാൻ വിജയിക്കട്ടെ. ഗുരു ശിഷ്യനോടെന്ന പോലെ എന്നിൽ ചൊരിയേണമേ. ജോഷത് ബാർ പാട് കരുഹോയി ചുടുഹിബന്തി മഹാസുഖുഹോയി. ഏതൊരുവൻ ഈ സ്തോത്രത്തെ 100 പ്രാവശ്യം വായിക്കുന്നുവോ അവൻ ജീവിത ദുരിതങ്ങളിൽ നിന്നും മുക്തി നേടി സുഖസന്തോഷത്തോടെ വസിക്കും. ജോയഹ് പടൈ ഹനുമാൻ ചാലീസ ഹോയി സിദ്ധി സാക്കി ഗൗരീശ. ഭഗവാൻ പരമശിവൻ സാക്ഷിയായി ഞാൻ പറയുന്നു, ഏതൊരുവൻ ഈ ഹനുമാൻ ചാലീസ ഉരുവിടുന്നുവോ അവന് സകല സിദ്ധികളും പ്രാപ്തമാകും. തുളസീദാസ് സദാ ഹരി ചേര കീജൈനാഥ് ഹൃദയമഹണ്ടേര. എൻ്റെ ഹൃദയത്തിൽ അങ്ങ് എപ്പോഴും കുടികൊള്ളേണമേ എന്ന് സദാസമയവും വിഷ്ണുദാസനായിരിക്കുന്ന
തുളസീദാസൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. മംഗളം. പവനതനയി സങ്കടഹരണ് മംഗളമൂർത്തി രൂപ് രാമലകൻ സീതാസഹിത് ഹൃദയവസഹു സുരഭൂപ്. വായുപുത്രനും സങ്കടങ്ങളില്ലാതാക്കുന്നവനും മംഗളസ്വരൂപനുമായ ശ്രീ ഹനുമാൻ രാമലക്ഷ്മണന്മാരോടും സീതാദേവിയോടുമൊപ്പം എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും കുടികൊള്ളേണമേ.